ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അലൈഗ്ര സ്പേസ്. ഇന്ന് അലൈഗ്ര സ്പേസിൽ മറ്റൊരു റെസിപ്പിയുടെ വീഡിയോ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് പൈനാപ്പിൾ ഉപയോഗിച്ച് എങ്ങനെയാണ് നല്ലൊരു ഗോതമ്പ് അപ്പം ഉണ്ടാക്കുന്നത് എന്നാണ്. അപ്പോൾ പൈനാപ്പിൾ ഗോതമ്പ് അപ്പം, അതാണ് ഇന്നത്തെ വീഡിയോയിലെ ഒരു തീം. അപ്പോൾ ഇതിന് വേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് തേങ്ങയാണ്. തേങ്ങ ജീരകം ചേർത്ത് നന്നായിട്ട് അരയ്ക്കണ്ട, ഇതുപോലെ അരച്ചെടുക്കുക. അത് ഒരു കപ്പ് തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ തേങ്ങ ജീരകം ചേർത്ത് അരച്ചെടുത്തത് ഒരു കപ്പ്. പിന്നെ ആവശ്യമുള്ളത് പൈനാപ്പിളാണ്. പൈനാപ്പിൾ ക്ലീൻ ചെയ്തെടുത്തു, അതിനുശേഷം മിക്സിയിൽ അരച്ചെടുത്തത് അതും ഒരു കപ്പുണ്ട്. കണ്ടില്ലേ, പൈനാപ്പിൾ ഒരു കപ്പ്. ഓക്കെ, പിന്നെ വേണ്ടത് ഡാൽ അഥവാ പരിപ്പാണ്. പരിപ്പ് അരക്കപ്പ്. പരിപ്പ് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക, വെള്ളമൊക്കെ തുടച്ച് വെള്ളം മാറിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. ഓക്കെ, ഒരു 1/4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് ആ പരിപ്പൊന്ന് വറുത്തെടുക്കുക. അരക്കപ്പ് പരിപ്പുണ്ട്. അരക്കപ്പ് പരിപ്പ്, അതിനോടൊപ്പം ഒരു കപ്പ് തേങ്ങ, ഒരു കപ്പ് പൈനാപ്പിൾ. ഇനി വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഒരു മെഷർമെൻറ്റ് കപ്പ് കണ്ടില്ല, ഇത് ഒരു കപ്പിൻ്റെയാണ്. അപ്പോൾ ഇതിന് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയും ആവശ്യമുള്ളത് കോഴിമുട്ടയാണ്. 2 കോഴിമുട്ട ആവശ്യമുണ്ട്. പിന്നെ വേണ്ടത് കാണുന്നില്ലേ, അരക്കപ്പ് പഞ്ചസാര. ഓക്കെ, അരക്കപ്പ് പഞ്ചസാര, 2 കോഴിമുട്ട, പിന്നെ അരക്കപ്പ് ദാൽ വറുത്തെടുത്തത്, അത് നമുക്കിനി മിക്സിയിൽ അരച്ചെടുക്കണം. പിന്നെ ഒരു കപ്പ് തേങ്ങ ജീരകം ചേർത്ത് അരച്ചെടുത്തത്, പിന്നെ ഒരു കപ്പ് പൈനാപ്പിൾ, പിന്നെ 1.5 കപ്പ് ഗോതമ്പ് പൊടി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ പാനിൽ അപ്ലൈ ചെയ്യാനായിട്ട് കോക്കനട്ട് ഓയിൽ വേണം. ഞാനിത് ഈ വറുത്തെടുത്തിരിക്കുന്ന പരിപ്പ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ, അതിനുശേഷം നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാം. ഗോതമ്പ് പൊടി ഞാൻ ഇട്ട് കൊടുത്തു 1.5 കപ്പ്. അതിൻ്റെ കൂടെ ഒരു കപ്പ് പൈനാപ്പിൾ അരച്ചത് ചേർക്കുന്നു. ഇനി ഇതിലേക്ക് 2 മുട്ട ആക്കി വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി തേങ്ങ ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം പഞ്ചസാരയും പരിപ്പും കൂടെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, പഞ്ചസാര പൊടിച്ചതും പരിപ്പും കൂടെ ചേർന്ന മിക്സ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പൈനാപ്പിൾ ഗോതമ്പ് അപ്പം ഉണ്ടാക്കാനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ലഭിക്കണം, ഒരുപാട് ലൂസാവാൻ പാടില്ല. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് ഒന്ന് ഇളക്കിയെടുക്കാം. 1/4 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പൈനാപ്പിൾ ഗോതമ്പ് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്, ഹാർഡൊന്നുമല്ല. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഈ മിക്സ് തയ്യാറാക്കുമ്പോൾ തിളപ്പിച്ച തണുത്ത വെള്ളം ചേർക്കണമെന്ന്. നന്നായിട്ട് തണുത്തതായിരിക്കണം, അതല്ലെങ്കിൽ തിളപ്പിക്കാത്ത വെള്ളം ചേർക്കുക, അതായിരിക്കും നല്ലത്. കാരണം ചൂടായിട്ടുള്ള വെള്ളം ചേർക്കുമ്പോൾ ഇത് പാനിൽ നമ്മളിത് പരത്തുന്ന സമയത്ത് ചിലപ്പോൾ അത് നന്നായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ലാതെ വരും. ഓക്കെ, ഇങ്ങനെ പശ പോലെ ഇങ്ങനെ പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നന്നായിട്ട് തണുത്ത വെള്ളം ചേർക്കുക, അല്ലെങ്കിൽ പച്ചവെള്ളം തന്നെ ചേർക്കാവുന്നതാണ്. പിന്നെ കട്ടി കുറച്ച് ചെറിയ വലുപ്പത്തിൽ ഉണ്ടാക്കുക. ഓക്കെ, അർജുൻ എങ്ങനെയുണ്ടോ നോക്കിക്കേ. നല്ല ടേസ്റ്റ് ഉണ്ട്. നോക്കിക്കേ, വളരെ സോഫ്റ്റ് ആണോ അതോ കല്ല് പോലെയാണോ ഇരിക്കുന്നത്? അല്ല, നല്ല സോഫ്റ്റ് ഉണ്ട്. അതിന്റെ മറുഭാഗം ഒന്ന് കാണിച്ച്, കരിഞ്ഞിട്ടുണ്ടോ നോക്കിക്കേ. ഇല്ലല്ലോ, കാണിച്ചേ, ശരിക്കും കാണിച്ചേ. കരിഞ്ഞിട്ടൊന്നുമില്ല അല്ലേ? ഇഷ്ടമായി നോക്കി, ടേസ്റ്റ് നോക്കി, ഇഷ്ടമാണ് നോക്കിയേ. നല്ല ടേസ്റ്റ്. എങ്ങനെയുണ്ട് അർജു? നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇഷ്ടമായോ? ഓക്കെ, നോക്കിയേ, എങ്ങനെയുണ്ടോ നോക്കൂ. നല്ലതായിട്ടുണ്ട്, സോഫ്റ്റ് ആണോ? സോഫ്റ്റ്. ഇനി ഇതുപോലെ ഉണ്ടാക്കി വേണോ? എനിക്ക് വേണം. സൺഡേ നമുക്ക് ഉണ്ടാക്കാം. ശരി. ഓക്കെ, അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ പൈനാപ്പിളൊക്കെ വീട്ടിൽ കാണുമല്ലോ. അപ്പോൾ പൈനാപ്പിളും കോഴിമുട്ടയും ഗോതമ്പ് പൊടിയും പഞ്ചസാരയും
പിന്നെ കുറച്ച് തേങ്ങ, പിന്നെ കുറച്ച് 1/4 ടേബിൾ സ്പൂൺ നെയ്യ്, ഞാൻ പറഞ്ഞല്ലേ ഷുഗർ. അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എപ്പോഴും പൂരി, ചപ്പാത്തി ഇതൊക്കെ കഴിച്ച് മടുത്തില്ലേ? അപ്പോൾ വ്യത്യസ്തത ആഗ്രഹിക്കുന്നവർ ഈ ഒരു പൈനാപ്പിൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കി നോക്കൂ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.